വാട്സാപ്പിലെ DP അതായത് പ്രൊഫൈൽ പിക്ചർ ക്രോപ്പ് ചെയ്യാതെ ഫുൾ സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്നും വാട്സാപ്പിൻ്റെ DP ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ക്രോപ്പ് ചെയ്യാനാണ് കാണിക്കുക. ഒന്നുകിൽ തല പോകും, അല്ലെങ്കിൽ കാല് പോകും. ഇനി ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ സൈഡിലുള്ള ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കിയേ മതിയാകൂ. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഏത് ഫോട്ടോവും ക്ലാരിറ്റി കുറയാതെ ക്രോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് DP ആയിട്ട് സെറ്റ് ചെയ്യാൻ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലാണ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ മൊബൈലിലെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്രൊഫൈൽ പിക്ചറിൻ്റെ ഈ ഭാഗം സെലക്ട് ചെയ്തു. വീണ്ടും പ്രൊഫൈൽ പിക്ചറിൻ്റെ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗാലറി ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നിന്നും ഞാൻ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഫുൾ സൈസിൽ എനിക്ക് വെക്കാൻ പറ്റുന്നേ ഇല്ല. തല പോകും അല്ലെങ്കിൽ കാല് പോകും, ഏതെങ്കിലും ഒരു ഭാഗം ക്രോപ്പ് ചെയ്തേ പറ്റൂ. എന്നാൽ ഇതേ ഫോട്ടോ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഫുൾ സൈസിൽ വെക്കാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് ആവശ്യമില്ല, ഡോണ്ട് അലോ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഗാലറി, ക്യാമറ, സെറ്റിങ്സ്, പ്രീമിയം എന്നൊക്കെ കാണാൻ സാധിക്കും. ഞാനിത് ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം അതേ ഫോട്ടോ തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് ഇവിടെ ഡണ്ണ് കൊടുത്ത ഉടനെ തന്നെ ഫോട്ടോ ഇവിടെ സെറ്റായി. ഓക്കെ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ വെക്കാൻ സാധിക്കും. വാട്സപ്പിൻ്റെ DP ആയിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് താഴെയുണ്ട്. ഞാൻ ഓരോന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ്പെക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ആദ്യത്തെ ഈ ഒരു 1.1 എന്ന ഈ ഒരു സൈസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതാണ് നമുക്ക് വാട്സപ്പിൻ്റെ DP ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുക. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ നേരത്തെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇൻറ്റോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നേരെ ഞാൻ ബാക്ക് വന്നിട്ട് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. പ്രൊഫൈൽ പിക്ചറിൻ്റെ ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതേ പിക്ചർ ഇവിടെ മറ്റൊന്ന് വന്നിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇനി ഇവിടെ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്കത് ഫുൾ സൈസിൽ നല്ല ക്വാളിറ്റിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡണ്ണ് കൊടുക്കാം. കണ്ടോ, അത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഏത് ഫോട്ടോ ആകട്ടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാതെ നല്ല ക്വാളിറ്റിയോട് കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് DP ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഏത് ഫോട്ടോവും ക്ലാരിറ്റി കുറയാതെ വാട്സാപ്പിൻ്റെ DP ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.